ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും യൗവനക്കാർക്കും കുഞ്ഞു കുട്ടികൾക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ഞാൻ സ്കോട്ട്ലൻഡിൽ നടന്ന ഒരു സംഭവം ഇപ്രകാരം വായിക്കാനിടയായി. സ്കോട്ട്ലൻഡിൽ അന്ന് സുവിശേഷ കൂട്ടായ്മകൾക്ക് വിരോധം ഉണ്ടായിരുന്നൊരു കാലഘട്ടം, എതിർപ്പായിരുന്നു. ഗവൺമെൻറ് അതിനെ എതിർത്തിരുന്നു. ആ സമയങ്ങളിൽ ഒരു ദിവസം നാട്ടിൽ കൂട്ടായ്മ നടക്കുന്ന ഒരു ദിവസം ആളുകൾ ഒളിച്ചാണ് ഈ കൂട്ടായ്മ യോഗത്തിന്, പ്രാർത്ഥന യോഗത്തിന് പോകുന്നത്. പട്ടാളക്കാർ കണ്ടാൽ പിടിച്ചാൽ പിന്നെ വളരെ കഠിനമേറിയതായ ശിക്ഷാ നടപടികളാണ്. അവരിങ്ങനെ നാട് മുഴുവൻ പരന്നു കിടക്കുകയാണ്, എവിടെയാണ് ആളുകൾ കൂടുന്നത്. അപ്പോഴതാ ഒരു പെൺകുട്ടി തനിച്ച് ഒരു റോഡിൻ്റെ അരികിലൂടെ പോകുന്നു. പട്ടാളക്കാർ അവളുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, നീ എവിടെ പോവുകയാണ്? പെട്ടെന്ന് ആ പെൺകുട്ടി ഒന്ന് പരിഭ്രമിച്ചു. പക്ഷെ അവൾ ധൈര്യം സംഭവിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മൂത്ത സഹോദരൻ മരിച്ചുപോയി. ആ മൂത്ത സഹോദരൻ എനിക്ക് വേണ്ടി ഒരു വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് ആ വിൽപ്പത്രം വായിക്കും. ഞാനത് കേൾക്കാൻ പോവുകയാണ്. പട്ടാൾക്കാർ വിചാരിച്ചു, പാവം മൂത്ത സഹോദരൻ മരിച്ചുപോയി, വിൽപ്പത്രം എഴുതി വെച്ചിരിക്കുന്നത് കേൾക്കാൻ പോകുന്ന പെൺകുട്ടി, അവളെ ഉപദ്രവിക്കേണ്ട. അവളോട് സ്നേഹത്തോടെ പട്ടാൾക്കാർ ഇടപെട്ടു. അവൾ മുന്നോട്ട് നടന്നുപോയി. എന്നാൽ അവൾ വന്നത് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്കാണ്. എന്താണ് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം? എൻ്റെ മൂത്ത സഹോദരൻ മരിച്ചുപോയി എന്ന്. ദൈവത്തിൻ്റെ വചനപ്രകാരം യേശുക്രിസ്തു മൂത്ത സഹോദരനും യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ആ ദൈവീക ഭവനത്തിൽ യേശുവിൻ്റെ സഹോദരങ്ങളുമാണെന്ന് തിരുവചനം പറയുന്നു. ക്രിസ്തു മൂത്ത സഹോദരനാണ്. ആ സഹോദരൻ മരിച്ചു. അദ്ദേഹം എഴുതി വെച്ച വിൽപ്പത്രം, അതാണ് തിരുവചനം, ദൈവത്തിൻ്റെ വചനം. അതിന്ന് വായിക്കുന്നുണ്ട്. അത് കേൾക്കാൻ ഞാൻ പോവുകയാണ്. വളരെ കൗതുകകരമായ ഒരു ഭാഗമാണ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളോടും പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു എഴുതി വെച്ച വിൽപ്പത്രമാണ് തിരുവചനം. ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദലിന്, മാനസാന്തരപ്പെട്ട ഒരു ദൈവഭക്തന് രക്ഷയിലേക്കും മാനസാന്തരത്തിലേക്കും കടന്നു വന്ന ഏവർക്കും വേണ്ടി ജീവനുള്ള ദൈവം എഴുതി വച്ചിരിക്കുന്ന സ്വർഗീയ വിൽപ്പത്രമാണ് തിരുവചനം. ആ വചനത്തിൽ എഴുതിയതിന് മാറ്റമില്ല. എന്തെല്ലാമാണ് നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നത്, ദൈവം നമ്മളെ എങ്ങനെയെല്ലാം പരിപാലിക്കാൻ ആഗ്രഹിക്കുന്നു, എല്ലാം ഈ തിരുവചനത്തിലുണ്ട്. ആ വിൽപ്പത്രത്തിൽ എഴുതിയിരുന്നതാണ് ശീമോൻ പത്രോസിനോട് കർത്താവ് പറഞ്ഞത്, ഞാൻ ഇന്ന് നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. എന്തൊരു ശ്രേഷ്ഠകരമായ പദവിയാണ് പത്രോസിന് കർത്താവ് കൊടുത്തത്. നീ മീനെ പിടിച്ച്, ജീവനുള്ള മീനെ പിടിച്ച് കൊന്ന് അതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന നിന്നെ, ആത്മാവിൽ മരിച്ച മനുഷ്യന് ജീവൻ കൊടുക്കുവാൻ ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണെന്നുള്ള ആ ശ്രേഷ്ഠകരമായ സ്വർഗീയ ദൂതാണ്, വാഗ്ദത്തമാണ് യേശുക്രിസ്തു ഈ ശീമോൻ പത്രോസിന് കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും യേശുവിൻ്റെ അരിയിലേക്ക്, യേശുവിൻ്റെ വചനം കേട്ട് വരുന്ന ഓരോരുത്തർക്കുമുണ്ട് വാഗ്ദത്തങ്ങൾ. ഒന്നല്ല, അനേകായിരം വാഗ്ദത്തങ്ങൾ. ഈ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് നാം ആദ്യം ചിന്തിച്ചതുപോലെ ഒരു വിൽപ്പത്രം പോലെ, ഒരപ്പൻ മകനോ തൻ്റെ പ്രിയപ്പെട്ടവർക്കോ എഴുതി വയ്ക്കുന്നതായ ഒരു വിൽപ്പത്രം പോലെയോ അതിൽ കൂടുതലോ പ്രാധാന്യമുള്ളതും വിലയുള്ളതുമാണ് കർത്താവിൻ്റെ വചനം. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന അങ്ങനെ തന്നെ നടക്കും. ആയിരക്കണക്കിന് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു, ഇനിയും നടക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പത്രോസ് അപ്പോസ്തലൻ ശ്രേഷ്ഠകരമായ ഒരു ശബ്ദം കേട്ടു. അന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല വീട്ടിൽ നിന്നും തലേദിവസം രാത്രി പോകുന്നത്. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. രാവിലെ പകല് വല നന്നാക്കുകയായിരുന്നു, വല കഴുകുകയായിരുന്നു. ആ സമയത്താണ് യേശു വന്നത്. ഇങ്ങനെയൊന്നും ജീവിതത്തിൽ സംഭവിക്കുന്നത് പത്രോസ് പ്രതീക്ഷിച്ചില്ല. തൻ്റെ പടക് നിറയുമെന്നോ തൻ്റെ വല കീറാറാകുവോളം മീൻ അകപ്പെടുമെന്നൊന്നും സ്വപ്നം പോലും കണ്ടില്ല പത്രോസ്. അപ്പം അതുപോലെ മീൻ പിടിക്കാൻ വന്നു, അത്രയേ ചിന്തിച്ചുള്ളൂ. ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ പ്രതീക്ഷിക്കാതെ, നിങ്ങൾ ചിന്തിക്കാതിരിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ മേൽ ഒരു അനുഗ്രഹത്തിൻ്റെ കരം വരുന്നത്. ആത്മീയമായും ഭൗതികമായും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇന്നിങ്ങനൊരു അത്ഭുതം നടക്കുമെന്ന് ചിന്തിക്കാതിരിക്കുമ്പോഴായിരിക്കാം മകളെ, പ്രിയമകനെ, നിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു ആത്മീയ അനുഗ്രഹം, ഒരു പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച, ഒരു സൗഖ്യം, ഒരു വിടുതൽ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നത്. അതാണ് നമ്മുടെ കർത്താവ്, നമുക്ക് വേണ്ടി കരുതുന്ന നല്ല ദൈവം. കർത്താവിൻ്റെ വചനം പറയുന്നു, ജീവനുള്ള ദൈവം നമുക്ക് വേണ്ടി കരുതുന്നതാകിയാൽ നമ്മുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീനെന്ന്. നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. മാത്രമല്ല, ശ്രേഷ്ഠകരമായി കരുതുന്നൊരു ദൈവമുണ്ട്. ഈ ഭൂമിയിലെ ഒരു രോഗസൗഖ്യമോ, ഒരു കടബാധ്യത മാറുന്ന അനുഗ്രഹമോ, ചില സാമ്പത്തിക ഞെരുക്കങ്ങൾക്കുള്ള പോംവഴിയോ,
ചില ഊരാക്കിടുക്കങ്ങളിൽ നിന്നുള്ള മോചനമോ അത് മാത്രം നമ്മെ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ച് വിടാനല്ല നമ്മുടെ കർത്താവിൻ്റെ പദ്ധതി. നിത്യജീവൻ്റെ അവകാശം തരാൻ, അതിനു മുമ്പായി കർത്താവിന് മഹത്വമുള്ള വേല നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ കർത്താവ് ആഗ്രഹിക്കും. നിങ്ങൾ അറിയുന്നുണ്ടോ പ്രിയ യൗവനക്കാരാ, നീ അറിയുന്നുണ്ടോ നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. പ്രിയമകളെ, ഇന്ന് ലോകത്തിൻ്റെ സ്നേഹത്തിൻ്റെ പിന്നാലെ ഓടി നടക്കുന്ന പ്രിയമകളെ, നിന്നെക്കുറിച്ച് സ്വർഗത്തിനൊരു ഉദ്ദേശമുണ്ട്, നിന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്. മകനെ, നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. പ്രിയപ്പെട്ട യൗവനക്കാരാ, നീ ലോകത്തിൻ്റെ അടിമയായി നടക്കേണ്ടവനല്ല. നിന്നെക്കുറിച്ച് സ്വർഗത്തിന് വലിയ പദ്ധതിയുണ്ട്, വലിയ പ്രോഗ്രാമുണ്ട്. ഹല്ലേലൂയ! വലിയ പ്ലാനുകളുണ്ട്. എൻ്റെ കർത്താവിന് എന്നെക്കുറിച്ചുള്ള പ്ലാൻ എന്താണെന്ന് നാം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കണം. എന്നെക്കുറിച്ച് എൻ്റെ കർത്താവിൻ്റെ പദ്ധതി എന്താണ്? ഞാൻ മാനസാന്തരപ്പെട്ട കാലങ്ങളിൽ അധികം കഴിയുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവത്തിൻ്റെ ദാസനിലൂടെ എന്നോട് പറഞ്ഞു, മോനെ, നീ വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക, സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക, നിൻ്റെ വേല നിർവടിയായി നിവർത്തിക്കുക. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനോട് പറയുന്ന വാക്കുകളാണത്. പ്രിയപ്പെട്ടവരെ, കേവലം ആ ഒരു നൂറ്റാണ്ടിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അപ്പോസ്തലനായ പൗലോസോ തീമോഥെയോസോ തീത്തോസോ അങ്ങനെ ഏതാനും ദൈവമക്കൾ അത് തുടങ്ങി അത് തീർന്നു പോകുന്നതല്ല ദൈവവേല. ദൈവവേല യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ഒരുവരെയും തുടരും. അതിന് കർത്താവിന് സെലക്റ്റഡ് ആയിട്ടുള്ള പീപ്പിൾ വേണം, സെലക്റ്റഡ് ആയിട്ടുള്ള തന്നെ മക്കൾ വേണം. രക്ഷിക്കപ്പെട്ടവർ, മാനസാന്തരപ്പെട്ടവർ, ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവർ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രാപിച്ചവർ, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് ജീവിതത്തിൽ അനുഭവിക്കുന്നവർ, അങ്ങനെ കർത്താവിൻ്റെ ഹൃദയം പ്രാപിച്ചവരായ അനേക ദൈവമക്കളെ കർത്താവിന് ആവശ്യമാണ് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ. ആ ഗന്നേസരത്തിൻ്റെ ഇതിലേക്ക് യേശു വരുമ്പോൾ യേശുവിന് ഉദ്ദേശം പത്രോസിൻ്റെ പടക് നിറയ്ക്കണമെന്ന് മാത്രമല്ല, പത്രോസിൻ്റെ വല കീറാറാകുവോളം നിറയ്ക്കണമെന്ന് മാത്രമല്ല, കൂട്ടാളികളുടെ പോലും പടക് നിറയ്ക്കണമെന്ന് മാത്രമല്ല, അതിലും വലിയൊരു പദ്ധതിയായിട്ടാണ് കർത്താവ് വന്നത്. മകനെ, നിൻ്റെ അടുക്കിലേക്ക് യേശു വരുമ്പോൾ നിന്നെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. നിൻ്റെ ഒരു കൊച്ചു കടം മാറ്റി തരിക എന്നുള്ളത് മാത്രമല്ല കർത്താവിൻ്റെ ലക്ഷ്യം. മകളെ, പ്രിയമകളെ, നിൻ്റെ ചില രോഗങ്ങൾ, ചില ക്യാൻസറുകൾ സൗഖ്യമാക്കി അങ്ങനെ വെറുതെ വിടാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിലും എത്രയോ വലുതാണ് നമ്മെക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം കർത്താവ് ചെയ്തതിന് ശേഷം നമ്മെക്കൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യിക്കുക, കർത്താവിൻ്റെ സാക്ഷികളാകുക. കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. അത് കർത്താവിൻ്റെ കൽപ്പനയാണ്, കർത്താവിൻ്റെ ആഗ്രഹമാണ്, കർത്താവിൻ്റെ ഹിതമാണ്. സ്തോത്രം! നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. എവിടെയെല്ലാം? യെരുശലേമിലും യഹൂദിയിലും ശമര്യയിലും എല്ലായിടത്തും, ഭൂമിയുടെ അറ്റത്തോളം. അതിനെന്ത് വേണം? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പരിശുദ്ധാത്മാവില്ലാതെ ശുശ്രൂഷയൊന്നുമില്ല പ്രിയരെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ലെങ്കിൽ ശുശ്രൂഷയില്ല. ശുശ്രൂഷ കാണും, പക്ഷെ വട്ടപൂജ്യമാണ്. അറിവിൻ്റെ ശുശ്രൂഷയല്ല സുവിശേഷവേല. പാരമ്പര്യത്തിൻ്റെയോ പതിവ് കാര്യങ്ങൾ കാണിക്കുന്ന കാര്യങ്ങളല്ല സുവിശേഷത്തിൻ്റെ മഹത്വം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നതിലെ ആലോചനകളും ചില വെളിപ്പാടുകളും ചില ഉപദേശങ്ങളും ചില വ്യാഖ്യാനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് വാങ്ങിച്ചെടുത്ത് ദൈവജനത്തിന് കൊടുക്കുന്നതാണ് സുവിശേഷവേല. കർത്താവിന് ചിലർ പറയും, നാളുകളിലിരുന്ന് പ്രാർത്ഥിച്ച് വേദോസ്തം വായിച്ച് റെഫറൻസ് നോക്കി കുറിപ്പെഴുതി വെച്ച് മാത്രമേ പ്രസംഗിക്കാവൂ എന്ന്. കുറിപ്പൊക്കെ എഴുതി പ്രസംഗിക്കുന്ന തെറ്റൊന്നുമല്ല, നല്ലതാണ്. പക്ഷെ അതിലും ശ്രേഷ്ഠമാണ് പരിശുദ്ധാത്മാവ് തരുന്ന ആലോചനകളും ഒരു കൂട്ടം ജനത്തിന് കൊടുക്കുവാനായി കർത്താവ് തരുന്നത് ഏറ്റുവാങ്ങി കൊടുക്കുക എന്നുള്ളത്. അന്ന് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ കർത്താവ് ആ 5 അപ്പം വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. ശിഷ്യന്മാരത് വിളമ്പി. കർത്താവ് തരുന്നത് കർത്താവിൽ നിന്ന് ഏറ്റുവാങ്ങി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതാണ് യഥാർത്ഥ സുവിശേഷ വേല. ഹല്ലേലൂയ! അത് എന്താണെങ്കിലും, കൃപാവരങ്ങളാകട്ടെ, വചന ശുശ്രൂഷകളാകട്ടെ, വർഷിപ്പുകളാകട്ടെ, പ്രബോധനങ്ങളാകട്ടെ, പ്രാർത്ഥനകളാകട്ടെ, എന്തായാലും എൻ്റെ പ്രിയരെ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഞാൻ പലപ്പോഴും ശുശ്രൂഷയ്ക്കിരിക്കുമ്പോൾ, പല സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ, ഞങ്ങളുടെ പ്രാർത്ഥനാ ഹോളിൽ തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ഞാൻ എൻ്റെ എളിമയിൽ, എൻ്റെ നിസ്സാരതയിൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, ഈ പാവപ്പെട്ട ജനത്തിന് ആഹാരം കൊടുക്കണമേ, വിശന്ന് വന്നിരിക്കുന്ന ജനത്തിന് ആഹാരം കൊടുക്കണമേ, അപ്പോൾ ദാഹിച്ച് വലഞ്ഞു വന്നിരിക്കുന്ന അവിടുത്തെ മക്കൾക്ക് ആഹാരം കൊടുക്കണമേ, അതിനെ പാവപ്പെട്ടവനെ ഉപയോഗിക്കണമേ, അടിയനെ വിശുദ്ധീകരിക്കണമേ. കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അടിയൻ്റെ മേൽ പകർന്ന് കർത്താവെ നാവിലൂടെ ആ പ്രിയമക്കൾക്ക് ആവശ്യമുള്ളത് കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. സ്തോത്രം!
നമ്മുടെ അടുക്കൽ, നമ്മുടെ കൂട്ടായ്മയിൽ, നമ്മുടെ പ്രാർത്ഥന യോഗങ്ങളിൽ വരുന്ന ജനത്തിന് ആഹാരം കൊടുക്കണം. കർത്താവ് പറഞ്ഞു, ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന്. വിശന്ന് വലയുന്ന വലിയൊരു കൂട്ടം, ദാഹിച്ച് വരണ്ട് കഴിയുന്ന വലിയൊരു കൂട്ടം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവർക്ക് വിളമ്പി കൊടുക്കാൻ ആൾ വേണം. കർത്താവ് പറഞ്ഞു, ശീമോനെ, നീ ഇന്നു മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. നീ വെറുതെ മീനെ പിടിച്ച് കൊല്ലുന്നവനല്ല, ആത്മാവിൽ മരിച്ചെടുക്കുന്ന മനുഷ്യരെ പിടിച്ച ജീവൻ പകരുന്ന സ്വർഗീയ ശുശ്രൂഷ, ജീവന്റെ ആത്മാവിന് പകരുന്ന ശുശ്രൂഷ, വചനത്തിന്റെ ശക്തി പകരുന്ന ശുശ്രൂഷ, പരിശുദ്ധാത്മാവിന്റെ കൃപകൾ പകരുന്ന ശുശ്രൂഷ. ആ ശുശ്രൂഷ ശ്രേഷ്ഠമാണ്, ശ്രേഷ്ഠത നിറഞ്ഞതാണ്. അതിലും വലിയ ശുശ്രൂഷ ഏതുണ്ട്? അതിലും വലിയ പ്രൊഫഷൻ ഏതുണ്ട്? അതിലും വലിയ തസ്തിക ഏതുണ്ട്? എൻ്റെ പ്രിയരെ, അതാണ് ഏറ്റവും വലിയ ശുശ്രൂഷ. നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിച്ചോ? ഇല്ലെങ്കിൽ കൊടുക്കൂ പ്രിയരെ. ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. അന്ന് മാനസാന്തരപ്പെട്ട ആദ്യകാലങ്ങളിൽ 19 വയസ്സ് കഴിഞ്ഞ ആ സമയങ്ങളിൽ എനിക്ക് യേശുവിനെ സാക്ഷിക്കണം, യേശുവിൻ്റെ വേലയാണെന്നുള്ള ദാഹം കർത്താവിൻ്റെ ഹൃദയത്തിൽ കൊണ്ട് നിക്ഷേപിച്ചു. തടസ്സങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. അപകർഷതാബോധം കൊണ്ട് ഞാൻ 16 വയസ്സ് വരെ തലമുമ്പിട്ട് നടന്നവനാണ്. എന്നാൽ കൃപയാൽ എൻ്റെ തല കർത്താവ് പിടിച്ചുയർത്തി. കർത്താവ് ധൈര്യം തന്നു, കർത്താവ് പ്രത്യാശ തന്നു. ഇന്ന് 10,000-കണക്കിന് ആളുകളുടെ മുമ്പിൽ എൻ്റെ നാഥനെ സാക്ഷിപ്പാൻ ഞാൻ സന്തോഷമുണ്ട്. കർത്താവിന് സ്തോത്രം. എന്തുകൊണ്ട്? യേശുവിനോടുള്ള സ്നേഹം. ആരും നിർബന്ധിച്ചിട്ടല്ല, ആരും ഉത്സാഹിപ്പിച്ചിട്ടുമല്ല, ആരും ഗൗരവമായി പറഞ്ഞിട്ടുമല്ല. യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം. എന്നെ സ്നേഹിച്ച, എന്നെ കരുതിയ, എന്നെ ഒന്നുമില്ലായ്മ ഉയർത്തിയ, എനിക്ക് മാന്യത തന്ന, എനിക്ക് അഡ്രസ്സ് തന്ന, എനിക്ക് നിത്യജീവൻ്റെ ഉറപ്പ് തന്ന, ഹല്ലേലൂയ, എനിക്ക് ധൈര്യം തന്ന, എൻ്റെ നിരാശ മാറ്റിയ, എൻ്റെ അപകർഷതാബോധം തുടച്ചു മാറ്റി, എനിക്ക് പ്രത്യാശയുടെ ഒരു വലിയ വാതിൽ തുറന്നു തന്ന എൻ്റെ യേശുവിനോട് എനിക്ക് നന്ദിയാണ്. എൻ്റെ യേശുവിനെ ഞാൻ സാക്ഷിക്കും മരണത്തോളം. യേശുവിനെ ഉയർത്തും എൻ്റെ ആയുസ്സുള്ളിടത്തോളം. അതെൻ്റെ കൊതിയാണ്, എൻ്റെ ദാഹമാണ്, എൻ്റെ സമർപ്പണമാണ്. നിങ്ങളെയും കർത്താവ് വിളിക്കുന്നു പ്രിയരെ. നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയരുത്. ഈ ലോകത്തിന് വേണ്ടി ജീവിച്ച് നിങ്ങളുടെ ജീവിതം തീർത്ത് കളയരുത്. യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. അവൾ തന്നാലാവത് ചെയ്തു. നമുക്ക് നമ്മുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയരെ. ഇന്ന് യേശുക്രിസ്തുവിൻ്റെ മുഖത്തുള്ള വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നവരെ കർത്താവ് വാഴ്ത്തട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ, തൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളോ മറ്റെന്തെങ്കിലും കാര്യം ഞങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളോട് ഒരുമിച്ച് സമയം ചെലവഴിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.